കേരളത്തിലെ ജനങ്ങൾ ഈ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ബസ് സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അതായത് യാത്രക്കാർക്ക് ഈ ബസ് സ്റ്റോപ്പുകൾ ഓരോ ജംഗ്ഷനിലും സ്ഥാപിച്ചിട്ടുള്ളത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. അതായത് അവിടെ യാത്രക്കാർക്കൊന്ന് സുഖമായി ഒന്ന് ഇരിക്കാം അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതായത് കേരളത്തിലുള്ള മിക്ക ബസ്സുകളും 95% ബസ് സ്റ്റോപ്പുകളിലും യാത്രക്കാർക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ബസ് സ്റ്റോപ്പുകളിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അത് യാത്രക്കാരെ വലയ്ക്കുന്ന സ്റ്റീൽ പൈപ്പ് ഇരിപ്പിടങ്ങൾക്കെതിരെ ഒടുവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ശക്തമായ ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആളുകൾക്ക് ഒന്നും നേരെ ചൊവ്വേ ഇരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഇത്തരം അശാസ്ത്രീയമായ ഇരിപ്പിടങ്ങൾ മാറ്റുന്നതിനായി അടിയന്തരമായി സാധ്യതാ പഠനം നടത്തണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയത്. ബസ് സ്റ്റോപ്പുകളിലെ ഈ സ്റ്റീൽ പൈപ്പ് നിർമ്മിതികൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും നടുവേദനയ്ക്കും കാരണമാകുന്നുവെന്ന വ്യാപകമായ പരാതികളെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ നിർണായകമായ നടപടി. സമീപകാലത്തായി സംസ്ഥാനത്തെ ഭൂരിഭാഗം ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഇത്തരം ചരിഞ്ഞ സ്റ്റീൽ പൈപ്പുകളാണ് ഇരിപ്പിടങ്ങളായി സ്ഥാപിച്ചിട്ടുള്ളത്. അല്പം പോലും കുഷ്യനോ പരന്ന പ്രതലമോ ഇല്ലാത്ത ഇവയിൽ പ്രായമായവർക്കും ഗർഭിണികൾക്കും രോഗികൾക്കും ഒട്ടും സുഖകരമായി ഇരിക്കാൻ സാധിക്കില്ല. പലപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ വഴുതി വീഴുന്ന അവസ്ഥയാണെന്നും ഇത് കടുത്ത നട്ടലും അതോടൊപ്പം തന്നെ നട്ടല് വേദനയ്ക്കും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുവെന്ന് നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പണം ദൂർത്തടിച്ച് നിർമ്മിക്കുന്ന ഇത്തരം ഇരിപ്പിടങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ മാത്രമുള്ളതാണെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് കമ്മീഷന്റെ ആശ്വാസകരമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ശാസ്ത്രീയമായി പഠിച്ച് പകരം കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമായ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബസ് സ്റ്റോപ്പുകളിലെ ഈ പൈപ്പ് പീഡനത്തിൽ നിന്നും ഉടൻ മോചനം ലഭിക്കുമെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ യാത്രക്കാർ വലിയ സന്തോഷത്തോടെയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ മിക്ക ബസ് സ്റ്റോപ്പുകളും ഏതെങ്കിലുമൊക്കെ MLA-മാരുടെ ഫണ്ട് അതെടുത്തുകൊണ്ടായിരിക്കും അവർ നിർമ്മിക്കുന്നത്. പക്ഷേ ആ ബസ് സ്റ്റോപ്പൊക്കെ നിർമ്മിച്ചതിന് ശേഷം ആ സ്റ്റോപ്പിന്റെ മുകളിൽ അവർ MLA-മാർ എഴുതി വയ്ക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് MLA-യുടെ ഫണ്ടിൽ നിന്നും എടുത്തതാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയൊക്കെ ചിലവായി, അല്ലെങ്കിൽ ചിലതൊക്കെ 30 ലക്ഷം രൂപ വരെ ചിലവായി എന്നൊക്കെ എഴുതി വെക്കുന്നതുണ്ട്. നമ്മൾക്ക് ഈ കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന സാധനമുണ്ട്. പക്ഷേ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇരിക്കാനുള്ള സ്ഥലത്ത് ഒരു PVC പൈപ്പ് 2 എണ്ണം ഘടിപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഏകദേശം ഒരു 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് പണി കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പുകളാണ് ഇവിടെ ഈ കേരളത്തിലെ MLA-മാർ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ എല്ലാം കൂടെ എത്ര രൂപ ചിലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു എസ്റ്റിമേറ്റ് കണക്ക് പറയുന്നത് 12 ലക്ഷം രൂപ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു 10 ലക്ഷം രൂപ ചിലവായി എന്ന്. MLA-മാർ ഈ ഓരോ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിൽ വരെ അവർ കാണിച്ചു കൂട്ടുന്ന വ്യാപകമായ അഴിമതികൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ അഴിമതി കാണിക്കാൻ വേണ്ടി അവർ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുമെന്ന് തോന്നിപ്പോകും. കാരണം ഒരു അത്യാധുനികമായ ബസ് സ്റ്റോപ്പ് എന്നായിരിക്കും MLA-മാരെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്ത് പറയുന്നതും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് അത്യാധുനികമായ ഒരു സംവിധാനങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ആകെപ്പാടെ ഒരു അത്യാധുനികമായ ഒരു സംവിധാനത്തോടു കൂടി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറയുന്നത് വഴുതക്കാടാണ്. വഴുതക്കാട് ON Way റിസർവ് ബാങ്കിന്റെ സമീപത്തുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ ഈ ഗർഭിണികൾക്ക്, അതായത് ഈ പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് മുലയൂട്ടാനുള്ള ഒരു സംവിധാനമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ അവിടെ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല. പണ്ടത്തെ KSRTC-യിലെ ബാത്റൂം എങ്ങനെയായിരുന്നോ അതേപോലത്തെ ഒരു സംവിധാനമായിരിക്കും അവിടെ. ക്ലോസറ്റൊക്കെ തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥ, വൃത്തിയില്ലാത്ത, ശുചിത്വം എന്താണെന്ന് അതിൻ്റെ അടുത്തോട് പോയിട്ടില്ലാത്തൊരു സാധനം. കൂടാതെ അവിടെ CCTV ക്യാമറയോ അങ്ങനെ ഒരു സംവിധാനമോ ഇല്ല. ബസ് സ്റ്റാൻഡുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് CCTV സംവിധാനം എന്ന് പറയുന്നത്. കാരണം രാത്രികളിലടക്കം, പകൽ സമയം മാത്രമല്ല രാത്രിയും സ്ത്രീകളും അതോടൊപ്പം തന്നെ മറ്റു ആണുങ്ങളൊക്കെ നിൽപ്പുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ CCTV-യുടെ ക്യാമറ അവിടെ വേണം. കൂടാതെ അവിടെ ഒരു എമർജൻസി ബട്ടൺ സംവിധാനം ആവശ്യമുണ്ട്. കാരണം ഈ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തരമായ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പോലീസ് സംവിധാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സുരക്ഷാ സംവിധാനത്തിനോ അവിടെ ഓടിയെത്താനുള്ള ഒരു സംവിധാനം വേണം. അതായത്
ബസ്സിൽ ഒരു എമർജൻസി ബട്ടൺ സംവിധാനം വെച്ച് അത് നേരെ കൺട്രോൾ റൂമുമായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ പല സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളടക്കമുണ്ട്. പക്ഷേ കേരളത്തിലൊന്നും തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമോ അങ്ങനത്തെ ഒരു രീതിയുമില്ല. 2 PVC പൈപ്പ് അടക്കി വെച്ച് ഒരു പണ്ടത്തെ രീതിയിൽ ഒരു ടാർപോളിൻ സെറ്റപ്പ് പോലെ മുകളിലൊരു ഷീറ്റ് ഇട്ട്, ഈ ഷീറ്റൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ആക്രിക്കടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഷീറ്റായിരിക്കും. അപ്പോൾ അതിൽ തന്നെ വെറും 2000 രൂപ 3000 രൂപ എടുത്ത് കഴിഞ്ഞാൽ തുച്ഛമായ ഒരു ഷീറ്റ് കിട്ടും. അങ്ങനെ വെച്ചിട്ട് MLA തനത് ഫണ്ടിൽ നിന്ന് എടുത്തു 12,50,000 രൂപ അല്ലെങ്കിൽ 5,20,000 രൂപ എന്ന് പറഞ്ഞിട്ടിട്ട് ആ പൈസ മുക്കുന്ന സ്ഥിരം പരിപാടിയാണുള്ളത്. അതായത് മൊത്തത്തിൽ ഒരു അഴിമതി സെറ്റപ്പാണ് ഈ കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലെല്ലാം തന്നെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അതിനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പൂട്ടിട്ടത്. പെട്ടെന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട് അത് പഠിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ജനങ്ങൾക്ക്, അതായത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരിക്കാനുള്ള ഒരു കസേര അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം അവിടെ സജ്ജീകരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ PVC പൈപ്പ് വയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് 4 ചുടുകട്ട അടുക്കി വെച്ചാൽ സിമന്റ് ഇട്ട് പൂശിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ ഇരിക്കാം. കിടക്കുന്നവർക്ക്, രോഗികൾക്ക് ഇപ്പോൾ കിടക്കണമെങ്കിൽ അവിടെ കിടക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട്. പക്ഷേ അഴിമതി എന്നൊരു സാധനം ഈ MLA-മാരുടെയൊക്കെ ദേഹത്ത് നിൽക്കുമ്പോൾ, അവരുടെ മനസ്സിൽ നിൽക്കുമ്പോൾ അതൊന്നും പ്രായോഗികമല്ല എന്ന് MLA-മാർ തന്നെ പറയും. അവർക്ക് ഈ PVC പൈപ്പാണ് അവർക്ക് എന്തോ ലാഭമെന്നാണ് MLA-മാർ പറയുന്നത്.